എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലൂടെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ള നമ്മുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള 3 ക്ലാസ്സുകൾ അത്യാവശ്യം വിജയകരമായി പോയി എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം ഏകദേശം ഒരു 50 പേര് ഏവറേജ് വെച്ച് ഈ വീഡിയോ കാണുന്നുണ്ട്. അത്യാവശ്യം പേര് നമ്മളോട് പോസിറ്റീവായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഈ പ്രോത്സാഹനം തന്നെയാണ് നമ്മുടെ ഈ ചാനലിൽ മുന്നോട്ട് പോകാനുള്ള ആവേശം തരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ ചാനൽ കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ പറയുക, ഫ്രീ മെമ്പർഷിപ്പ് തന്നെയാണ്. അപ്പോൾ മെമ്പർ ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ ഇടുന്ന ഫോട്ടോസ് ഉണ്ട്, അതായത് ഓരോ വാക്കുകളും അതിൻ്റെ മലയാളം ഉച്ചാരണം, അതുപോലെ തന്നെ അതിൻ്റെ മലയാളം അർത്ഥം എഴുതുന്ന ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആർക്കെങ്കിലും ആവശ്യം പറയുകയാണെങ്കിൽ എന്തായാലും ഗ്രൂപ്പിൽ ഇടും. അപ്പോൾ അത് കാണാനും പിന്നെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഈ നമ്പറുണ്ട്. 4ാമത്തെ ക്ലാസ്സാണ്, ആരും വിചാരിക്കേണ്ട, കയറാം. അങ്ങനെ പുതിയത് വരുന്നവർക്ക് പഴയ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്കുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഹൗ എന്ന വാക്ക് പഠിച്ചിരുന്നു. ഹൗ എന്നതിൻ്റെ അർത്ഥം എങ്ങനെ എന്നാണ്. അപ്പോൾ ഈ ഹൗ വെച്ചിട്ട് HOW ഹൗ വെച്ചിട്ട് നമ്മൾ ഇനി ബാക്കി വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഹൗ ഓൾഡ് എന്ന് പറയും, എത്ര വയസ്സ് ആണെന്നുള്ളതിനാണ് ഹൗ ഓൾഡ്. HOW ഹൗ ഓൾഡ്, OLD ഓൾഡ്, ഹൗ ഓൾഡ് എത്ര വയസ്സ്. ഓൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം അല്ലെങ്കിൽ വയസ്സ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഹൗ ഓൾഡ്, ഇപ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ ഹൗ ഓൾഡ് ആരെങ്കിലും ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഹൗ ഓൾഡ് എത്ര വയസ്സ് എന്നാണ് ഹൗ ഓൾഡിൻ്റെ അർത്ഥം. ഈ വയസ്സിന് വേറെ ഒരു വാക്ക് കൂടിയുണ്ട്, AGE, ഏജ് എന്ന് പറയും. നമ്മൾ ജി എന്നതിന് പ്രൊനൗൺസിയേഷൻ ഗ എന്നാണ് വാക്കിൽ പറഞ്ഞത്, പക്ഷെ ഇവിടെ ജ് ആണ് ഉച്ചരിക്കുക. അപ്പോൾ AGE ഏജ്, വയസ്സ് എന്നാണ് അതിൻ്റെയും അർത്ഥം വരുന്നത്. അടുത്ത വാക്ക് എന്ന് പറയുന്നത് HOW ഹൗ മെനി, MANY ഹൗ മെനി. ഹൗ മെനി എന്ന വാക്കിൻ്റെ അർത്ഥം എത്ര എണ്ണം എന്നാണ്. എത്ര എണ്ണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തു, അപ്പോൾ എത്ര എണ്ണം എടുത്തു എന്നുള്ളതിന് ഹൗ മെനി എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഹൗ മെനി, HOW ഹൗ, MANY ഹൗ മെനി എത്ര എണ്ണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഹൗ മച്ച്, എത്രമാത്രം. ഇപ്പോൾ നമ്മളൊരു സാധനത്തിന് എത്രമാത്രം വില കൊടുത്തു. HOW ഹൗ മച്ച്, MUCH. MU വരുമ്പോൾ യു ഉച്ചരിക്കരുത്, മുച്ച് എന്നല്ല പറയുക, ഹൗ മച്ച്, MUCH ഹൗ മച്ച്. ഓക്കെ, HOW MUCH ഹൗ മച്ച്, എത്രമാത്രം, അല്ലെങ്കിൽ അതിൻ്റെ വിലയാണ് സൂചിപ്പിക്കുന്നത്. ഹൗ മച്ച് എന്നതിന് അർത്ഥമാക്കുന്നത് അതിൻ്റെ വിലയാണ്. എത്ര നീളമുണ്ട് അല്ലെങ്കിൽ എത്ര സമയമുണ്ട് എന്ന വാക്കാണ് പഠിക്കാൻ പോകുന്നത്. ഹൗ ലോങ്, HOW ഹൗ LONG ലോങ്, നീളം അല്ലെങ്കിൽ സമയം. ഹൗ ലോങ്, എത്ര നേരം നമ്മൾ കാത്തിരിക്കണം, ഇനി എത്ര നീളമുണ്ട് ഇതിന് എന്നുള്ളതാണ് ഹൗ ലോങ്. അടുത്തത് ഹൗ ഫാർ, എത്ര ദൂരം എന്നാണ് അതിൻ്റെ അർത്ഥം. HOW ഹൗ, FAR ഫാർ, FAR ഫാർ ദൂരം. ഹൗ ഫാർ എത്ര ദൂരം. ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക ചെയ്യണം. നമ്മൾ ഇതിൽ കാണുന്ന ഫോട്ടോസിൽ ക്യാപിറ്റൽ ലെറ്റർ വരും, അത് നമ്മൾ AI വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. പരമാവധി ചെറിയ അക്ഷരത്തിൽ എഴുതി പഠിക്കുക. ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ വലിയ അക്ഷരമാണ് ആദ്യം വരിക, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ എപ്പോഴും വെക്കണം. ഇനി എത്ര തവണ എന്ന വാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഹൗ ഓഫൺ, HOW ഓഫണിൻ്റെ സ്പെല്ലിങ് പറയാം, OFTEN. അതിൽ T സൈലൻ്റ് ആണ്. അപ്പോൾ ഹൗ ഓഫൺ, എത്ര തവണ, എത്ര തവണ തല്ലി, എത്ര തവണ ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളതിന് ഹൗ ഓഫൺ. ഇനി നമ്മൾ കുറച്ച് വാക്കുകൾ പഠിക്കാൻ പോകുന്നത് അവൻ എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്നാണ്. അവൻ, അവൻ എന്നതിന് HE അവൻ എന്ന് പറയും. HE അവൻ. അപ്പോൾ അവൻ്റെ എന്ന് പറയുമ്പോൾ HIS വരുമ്പോൾ S, ഹിസ് അവൻ്റെ. ഹിസ് ബാഗ്, ഹിസ് ബുക്ക് എന്നൊക്കെ ഉള്ള വാക്ക് വരും. HIS ഹിസ് അവൻ്റെ. അവൾ എന്നതിന് എന്ത് വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. SHE, അതായത് ഹീയുടെ മുന്നിൽ ഒരു S ചേർക്കുന്നു. SHE എന്ന് പറയുമ്പോൾ ഷീ എന്നാണ് ഉച്ചരിക്കുക.
SHE ഷി അവൾ, SHE ഷി അവൾ. SH ന്ന് ഷ് എന്നും ഈ വരുമ്പോൾ ഷി എന്നും, SHE ഷി അവൾ. അതുപോലെ തന്നെ അവളുടെ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹെർ, HER, ഹെർ അവളുടെ, HER ഹെർ അവളുടെ. ഹെർ ബാഗ്, ഹെർ പെൻസിൽ, ഹെർ ഹസ്ബൻഡ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് അവളുടെ ബാഗ്, അവളുടെ പെൻസിൽ, അവളുടെ ഭർത്താവ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഹെർ. ഹി എന്ന വാക്ക് അവൻ എന്ന് മാത്രമല്ല അദ്ദേഹം എന്നും, അതായത് പ്രായം കൂടുന്തോറും ജനിച്ച ആൺകുട്ടി തൊട്ട് വയസ്സായ പുരുഷന്മാർ വരെ ഹി എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അപ്പോൾ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. അതുപോലെ തന്നെ ഷീ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ, ജനിച്ച സ്ത്രീ തൊട്ട് വയസ്സായ സ്ത്രീ വരെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഷീ എന്ന് പറയുമ്പോൾ അവൾ മാത്രമല്ല, ബഹുമാനസൂചകമായിട്ട് അവർ എന്ന വാക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീ എന്ന് പറയുമ്പോൾ കുട്ടികളെ മാത്രമല്ല, അല്ലെങ്കിൽ മുതിർന്നവരെ മാത്രമല്ല, എല്ലാ സ്ത്രീകളെയും ഷീ എന്നാണ് അഭിസംബോധന ചെയ്യുക. നാളേക്കുള്ള ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബന്ധങ്ങളുണ്ടല്ലോ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, അതുപോലെ തന്നെ അമ്മാവൻ, ചെറിയച്ഛൻ, വല്യച്ഛൻ എന്നിങ്ങനെ വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം. നിങ്ങൾ ചെയ്യുക, ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രമിക്കും തോറും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടും തോറും നമുക്കത് പഠിക്കാനും കാര്യങ്ങൾ അറിയാനും പറ്റും. കാരണം ഒരാൾ കൊണ്ടുവന്ന് തരുന്നതും നമ്മൾ പോയി നേടിയെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് എന്താ ചെയ്യുക, അതിൻ്റെ അർത്ഥങ്ങൾ പറ്റുന്നവർ എനിക്ക് വാട്സപ്പ് ചെയ്തേരും. എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് വീണ്ടും നന്നായി മുന്നോട്ട് പോകട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ, നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാൻ വേണം.